യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. എൻ്റെ പേര് നിഷ സാബി. ഞാൻ കോട്ടയ്ക്കപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോ നൽകിയ വലിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുക. ഇത് എൻ്റെ കുഞ്ഞ്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവ് ഖത്തറിലാണ്. ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, മെഡിസിൻസ് ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ ഫോളോ ചെയ്ത് ഹസ്ബൻഡ് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ ഒത്തിരി പ്രതീക്ഷയോടുകൂടെയാണ് ചെയ്തത്. പക്ഷേ ആ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു 99% ഇയാൾ പ്രഗ്നൻ്റ് അല്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പീരിയഡ്സ് ആകുന്നില്ല, ബ്ലീഡിങ് ആയി. അങ്ങനെയാണ് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഏജിൻ്റെ ഇതുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, അബോർഷൻ സാധ്യതകൾ കൂടുതലാണ്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുന്നതാണെന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. അതുപ്രകാരം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തു അന്ന് മുതൽ. പക്ഷേ ഇടയ്ക്ക് ബ്ലീഡിങ് വരും. ഒരു 5 മാസത്തിനുള്ളിൽ ഒരു 7 സ്കാൻ 8 സ്കാൻ കഴിഞ്ഞു. എന്നിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കിടപ്പാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ ചെയ്തു തരണം. പക്ഷേ എന്നിട്ടും ബ്ലീഡിങ് ആണ്, ഒന്ന് അനങ്ങാതെ പോലും എപ്പോഴും ബ്ലീഡിങ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ അബോർഷന് വളരെ സാധ്യത കൂടുതലാണ്, കിട്ടാൻ സാധ്യത കുറവാണ്, പ്രാർത്ഥനയാണ് ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ മമ്മി ഇവിടെ വരുമായിരുന്നു നേരത്തെ. അപ്പോൾ മമ്മി ഇവിടെ വന്ന് ശനിയാഴ്ചകളിൽ വന്ന് ഇതുപോലെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് മമ്മി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിഷമിക്കരുത്, ഒന്നും വരില്ല, വാവയെ നമുക്ക് കിട്ടും, ഞാൻ വാവയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ട് കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് കാര്യസ്ഥഭവനിൽ നേർന്നിട്ടുണ്ട്, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേക്കാം മമ്മി, ഒന്നും ഇല്ലാതെ മോനെ കിട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 7 മാസം വരെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. 7-ാം മാസം എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ വലിയ റിസ്ക് ഇല്ല, 8 മാസം ആയിക്കഴിഞ്ഞാൽ സിസേറിയനിലൂടെ ആണെങ്കിലും പുറത്തെടുക്കാം, അതുകൊണ്ട് ഇച്ചിരിയൊക്കെ വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നടന്നു എന്ന് പറഞ്ഞു. കാരണം 7 മാസം കിടന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഞാൻ ഒറ്റടി വെച്ച് നടന്നു. 3-ാം ദിവസം വീണ്ടും ഹെവി ബ്ലീഡിങ്ങാണ്. അപ്പോൾ ഡോക്ടർ വന്ന് റിസ്ക് എടുക്കണ്ട, ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ തലേന്ന് വരെ ഇയാൾക്ക് എടുക്കണം, മാക്സിമം എത്ര ദിവസം എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ലതെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൽ പക്ഷേ വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബ്ലീഡിങ് ആണേലും. അപ്പോൾ പ്ലാസൻ്റെയും താഴെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ദിവസം എത്തുന്നത് വരെ പ്രാർത്ഥിച്ചു കുടുംബം ഒന്നിച്ച്. അതിനുശേഷം എനിക്ക് ഏജ് ഉള്ളതുകൊണ്ടും ഡോക്ടർ പറഞ്ഞു സിസേറിയനാണ്, പ്രതീക്ഷിച്ചാൽ മതി, നോർമൽ ആവില്ല. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഈശോ എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ ഒരു ആൺകുഞ്ഞിനെ നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചനവിരുന്നിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയാണ്. നമ്മളിന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയം, ബൈബിളിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കും, ലൈംഗികത അത് ദൈവത്തിൻ്റെ ദാനമാണ്,
അതിവിശുദ്ധമാണ്. ഈ ലൈംഗികത ഹൃദയത്തിന് പിടിച്ചപ്പോൾ ഒരുപാട് നന്മകൾ ജീവിതത്തിലുണ്ടായ വ്യക്തികൾ. എന്നാൽ ഈ ലൈംഗികത തലയ്ക്ക് പിടിച്ചാൽ എത്രമാത്രം നാശം അത് വരുത്തും എന്നുള്ളതിനെക്കുറിച്ച് ഏതാനും ചില വ്യക്തികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വചന വെളിച്ചത്തിൽ. ഞാൻ പരിചയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഒരു കുഴപ്പം, ഞാൻ ഒരു സ്മോൾ അടിച്ചാൽ മതി, നേരെ പോയി എൻ്റെ ബ്രെയിനാണ് പിടിക്കുന്നത്, തലച്ചോറിനാണ് പിടിക്കുന്നത്. ഇനി അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു സ്മോൾ ആണേലും ഒരു പെഗ്ഗാണേലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകില്ല. മാത്രമല്ല എനിക്ക് സുബോധവും നഷ്ടപ്പെടും. അങ്ങനെ ദിവസങ്ങളോളം അടുപ്പിച്ച് കുടിച്ച് കിടന്ന സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയായിരുന്നു. കുടിക്കുമ്പോൾ ആദ്യത്തെ പെഗ് പോലും നേരെ പോയി പിടിക്കുന്നത് തലച്ചോറിനാണ്, പിന്നെ കൺട്രോൾ ഉണ്ടാകില്ല എന്ന്. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ലൈംഗികത വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ അത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ, തലച്ചോറിന് പിടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഒത്തിരിയേറെ തിന്മകളിലേക്ക്, പാപത്തിലേക്ക്, നാശത്തിലേക്ക് അത് നമ്മെ നയിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ലൈംഗികത ഹൃദയത്തിന് പിടിച്ച, അതുകൊണ്ട് തന്നെ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് നന്മകളുണ്ടായ 2 കുടുംബങ്ങളെക്കുറിച്ച് എനിക്കറിയാം. അതിലൊരു കുടുംബം അവർ വിദേശത്തുണ്ടായിരുന്നതാണ്. പക്ഷെ അതിനുശേഷം മക്കളുടെ കാര്യത്തിന് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടായി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ വിദേശത്ത് ജോലി, മറ്റേയാൾ അവരുടെ മക്കളെ നോക്കി അവരുടെ പഠന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് വീട്ടിൽ. വളരെ കുറച്ച് സമയമാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വരിക. പക്ഷെ അവർ വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, നല്ല ഒരു സൗഹൃദം പുലർത്തി വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ദമ്പതിമാർ. എൻ്റെ ഭാര്യ അവിടെയാണ്, അല്ലെ എൻ്റെ ഭർത്താവ് ഇവിടെയാണ്, ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പരാതികളോ ഒന്നുമില്ല. വേറൊരു ഫാമിലി എനിക്കറിയാം, മക്കൾ വിദേശത്ത്, അവരെ നോക്കാൻ വേണ്ടി ഭർത്താവ് അവിടെ പോയി കുറച്ച് നാൾ നിൽക്കും. ഭർത്താവ് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ അങ്ങോട്ട് പോകും. ഇവർ ഒന്നിച്ചു വരുന്ന സമയം വളരെ കുറവാണ്. ഇതൊക്കെയാണെങ്കിലും അവർ വളരെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് അടുത്ത് കഴിയുന്ന വ്യക്തികൾ. മറുവശത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ചില സംഭവങ്ങൾ. ഒരു വ്യക്തിയുടെ കാര്യം അദ്ദേഹത്തിന് തന്നെ ഭാര്യ പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ ഭർത്താവ് ഈ ഒരു കാര്യത്തിൽ ഒരാത്മനിയന്ത്രണമില്ലാത്ത വ്യക്തിയാണ്, ലൈംഗിക സുഖാസ്വാദനത്തിൻ്റെ കാര്യത്തിൽ. ഇനി അവർ സൂചിപ്പിച്ച ഒരു കാര്യം ഇതാണ്, എത്ര മേലെന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ, നിർബന്ധപൂർവം ഈ ഒരു കാര്യത്തിന് ആവശ്യപ്പെടുമ്പോൾ വഴങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പലവട്ടം വഴങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ തലയ്ക്കാണ് ലൈംഗികത പിടിച്ചിരിക്കുന്നത്, ഹൃദയത്തിനല്ല എന്നുള്ളതാണ്. ഹൃദയത്തിനാണെങ്കിൽ ജീവിത പങ്കാളിയെ മനസ്സിലാക്കി, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി, അവരെ സ്നേഹിച്ച് ആ സ്നേഹത്തിൽ നിന്നുള്ള ലൈംഗിക സുഖാസ്വാദനത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റും. ഇക്കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഏതാനും ചില വചനഭാഗങ്ങളും ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ചില ബൈബിൾ ക്യാരക്ടേഴ്സ് അവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് ലൈംഗിക സുഖാസ്വാദനം ഹൃദയത്തിന് പിടിച്ച വ്യക്തികളെക്കുറിച്ചാണ്. ഹൃദയത്തിന് പിടിച്ചാൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കണ്ടുമുട്ടാവുന്ന ഒരു വ്യക്തിയാണ് തോബിയാസ്. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ലൈംഗികത ഹൃദയത്തിന് പിടിച്ചതുകൊണ്ട് ഓർഡർ, ക്രമം തെറ്റിക്കാതെ ശരിയായ ഓർഡറിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തി, അതാണ് തോബിയാസ്. കാരണം ആ ശരിയായ ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹത്തിന് മുമ്പുള്ള ഒരുക്കം, കാത്തിരിപ്പ്, അതിനുശേഷം വിവാഹം.
വിവാഹം കഴിഞ്ഞിട്ട് പ്രാർത്ഥന, ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥന, അതിനുശേഷമാണ് ദാമ്പത്യ ബന്ധത്തിലേക്ക് അവർ പോയത്. അതാണ് ശരിയായ ക്രമം. നമുക്ക് കാണാൻ സാധിക്കും, സമൂഹത്തിൽ ഒരുപക്ഷെ ഭാഷൻ വളർന്ന് ജഡികത മൂത്ത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗർഭിണിയായെന്നറിയുമ്പോൾ പോലും ഓടിച്ചിട്ട് ഒരു വിവാഹത്തിലേക്ക്, അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോലും പോകുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ശരിയായ ഓർഡർ തോബിയാസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വിവാഹത്തിന് ശേഷം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച ആ കൂടെ തോബിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, മറിച്ച് പരിശുദ്ധമായ പ്രേമത്താലാണ്. ഞാനിവളെ സ്വീകരിക്കുന്നത്, ഞാനിവളെ എൻ്റെ ഭാര്യയായി ഏറ്റെടുക്കുന്നത് ജഡികാഭിലാഷത്താലല്ല, പരിശുദ്ധമായ പ്രേമത്താലാണ്. ഇതാണ് ദമ്പതികളുടെ ഇടയിൽ പോലും സംഭവിക്കേണ്ട കാര്യമെന്ന് ദൈവത്തിൻ്റെ വചനവും തിരുസഭയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ലൈംഗികത ദൈവിക ദാനമാണ്. ഇത് വളരെ വിശുദ്ധമായി കാണേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, എത്രയോ വ്യക്തികൾ, വിവാഹം കഴിച്ചവർ, മക്കളുണ്ടായവർ, മക്കളെ വളർത്തിയവർ, എത്രയോ വ്യക്തികൾ ഇന്ന് സ്വർഗത്തിലുണ്ട്. വിശുദ്ധരെന്ന് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്നത് വിശുദ്ധമായ ഒരു കാര്യമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഏതാനും വചനഭാഗങ്ങൾ ഇക്കാര്യം സാധൂകരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി 3-ാം-അധ്യായം 16 മുതലുള്ള വചനങ്ങൾ. ദൈവം ഹവ്വയോട് പറയുന്നൊരു കാര്യം, അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട്, ദൈവം അനുവദിക്കാത്ത ചില കാര്യങ്ങളിലേക്ക് അവർ പോയതുകൊണ്ട് ഹവ്വയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നീ ഇനിമേൽ നിനക്ക് ഗർഭാരിഷ്ഠതകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വേദനയോടെ ആയിരിക്കും നീ പ്രസവിക്കുക. എന്നാൽ നിൻ്റെ ഭർത്താവിൽ നിനക്ക് അഭിലാഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. അഭിലാഷം, ഭർത്താവിൽ നിനക്ക് അഭിലാഷം തോന്നും. അതുകൊണ്ടാണ് ഈ പ്രസവ വേദന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും വീണ്ടും പ്രസവങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭർത്താവിനോട് നിനക്ക് അഭിലാഷമുണ്ടാകും. ദൈവം ദാനമായി നൽകിയ ഒരു കാര്യമാണ് ഈ ഒരു അഭിലാഷം, ഈ ഒരു അട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇത് പരിശുദ്ധമാണ്, ദൈവിക ദാനമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. മറ്റൊരു വചനഭാഗം പ്രഭാഷകൻ 25 1-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. 3 കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു. അവ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലും മനുഷ്യരുടെ ദൃഷ്ടിയിലും മനോഹരമായ കാര്യങ്ങളാണ്. സഹോദരന്മാർക്ക് തമ്മിലുള്ള യോജിപ്പ്, അയൽവാസികൾക്ക് തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയം ആനന്ദം കൊള്ളുന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളത്, പരിശുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 കൊരിന്തോസ് 7-ാം അധ്യായം കൂടി സമയം പോലെ വായിച്ചാൽ ഈ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ദമ്പതികൾ പരസ്പരമുള്ള നിങ്ങളുടെ ദാമ്പത്യ ധർമ്മം അത് പുലർത്തുന്നതിൽ വീഴ്ച വരുത്തരുത് എന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, 3-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ലൈംഗിക സുഖാസ്വാദനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ദൈവം അനുവദിച്ചിരിക്കുന്നത്? 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് സെക്സ്, ലൈംഗിക സുഖ ആസ്വാദനത്തിന് ഉള്ളത്. 1-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് സൗഹൃദം, ഇൻറ്റിമസി. വിവാഹ ജീവിതക്കാർ, ഭാര്യാഭർത്താക്കന്മാർ അവരുടെ ഇടയിൽ വളർത്തിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൗഹൃദം, ഇൻറ്റിമസി. അതുകൊണ്ടാണ് വിവാഹ ജീവിതക്കാർക്ക് ഈ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. 1 അടുപ്പം, 2-ാമത്തേത് അടക്കം. അടുപ്പവും അടക്കവും. അടുപ്പം ആ ഒരു ഇൻറ്റിമസിയെ സൂചിപ്പിക്കുന്നതാണ്. അതിന്
സഹായകരമാകുന്ന ഒരു കാര്യമായിട്ടാണ് ലൈംഗിക സുഖാസ്വാദനത്തെ എടുത്തു കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് പ്രത്യുൽപാദനം. ഇംഗ്ലീഷിൽ പ്രൊക്രിയേഷൻ എന്ന് പറയും. പ്രൊക്രിയേഷൻ നമുക്കറിയാം, കർത്താവിൻ്റെ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണ് ദമ്പതിമാർ. വിവാഹ ജീവിതത്തിൽ ലൈംഗിക സുഖാസ്വാദനവും അതിലൂടെ സന്താനോൽപാദനവും, ഈ രണ്ട് കാര്യങ്ങളും ദൈവം വിവാഹ ജീവിതക്കാരുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദാനങ്ങളായിട്ടും അവകാശങ്ങളായിട്ടും നമുക്കതിനെ കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യമാണ് ഉല്ലാസം എന്ന് പറയും. ഇംഗ്ലീഷിൽ റിക്രിയേഷൻ. പ്രൊക്രിയേഷനോടൊപ്പം റിക്രിയേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗിക സുഖാസ്വാദനത്തിൻ്റെ പർപ്പസായിട്ട്, ലക്ഷ്യമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, നാലാമത്തെ കാര്യം ഇതാണ്. 5 തലങ്ങളിൽ ഈ ലൈംഗിക സുഖാസ്വാദനത്തിന് നന്മയുണ്ട്, നല്ല വശമുണ്ട്. 5 തലങ്ങളിൽ. ഒന്നാമത്തെ കാര്യം, ഇത് ഗുണം ചെയ്യുന്ന 5 തലങ്ങളാണ്. ഒന്ന്, ശാരീരിക തലം. ഫിസിക്കലി ഇതിന് ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും. അതേക്കുറിച്ച് നമ്മൾ കണ്ടു. ഉല്ലാസം ലഭിക്കുന്നൊരു കാര്യമാണ് ലൈംഗിക സുഖാസ്വാദനം. രണ്ടാമത്തെ കാര്യമാണ് ബൗദ്ധിക തലം. മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആ തലത്തിലും ഇതിന് നന്മ ചെയ്യാൻ പറ്റും. നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് വ്യക്തികളുടെ പിരിമുറുക്കങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് ദൈവികമായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന പരിശുദ്ധമായ ലൈംഗിക സുഖാസ്വാദനം. മൂന്നാമത്തെ കാര്യമാണ് മാനസിക, വൈകാരിക തലം. ഇമോഷണൽ ലെവലിലും നമുക്കൊരുപാട് നന്മകൾ വരുത്തുന്ന കാര്യമായിട്ട് ഇതിനെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിലൂടെ വലിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കാണേലും അടുപ്പവും ബന്ധവും അത് മാനസികമായിട്ടുള്ള വലിയ ഒരു സപ്പോർട്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നാലാമത്തെ കാര്യമാണ് സാമൂഹിക തലം. സോഷ്യൽ ലെവലിൽ ഈ ലൈംഗിക സുഖാസ്വാദനം നന്മ വരുത്തും. നമുക്കറിയാം, നല്ല കെട്ടുറപ്പുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കെട്ടുറപ്പുണ്ടാകും. കെട്ടുറപ്പുള്ള സന്തോഷവും സമാധാനവും കളിയാടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അതൊരുപാട് നന്മ വരുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് ആത്മീയ തലം. അവിടെ പോലും ഒരുപാട് നന്മ വരുത്തുന്നൊരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ബന്ധം. നമ്മൾ കാണുന്നുണ്ട് 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ആ വചനഭാഗം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പത്രോസിലെ പറയുന്നുണ്ട്, ഭാര്യമാരെ, നിൻ്റെ ഭർത്താവിനെ നിനക്ക് നേടിയെടുക്കാൻ പറ്റും നീ ഒരു ഉത്തമ ഭാര്യയായി മാറിയാൽ. ഭർത്താവെ, നിൻ്റെ ഭാര്യയെ നിനക്ക് നേടിയെടുക്കാൻ പറ്റും നീ ഒരു ഉത്തമ ഭർത്താവായി മാറിയാൽ. പറയുണ്ട്, ആത്മീയ തലത്തിൽ പോലും പ്രാർത്ഥനയില്ലാത്തൊരു വ്യക്തിയെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുന്നതിലൂടെ. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ആരോഗ്യപരമായ ലൈംഗിക സുഖാസ്വാദനത്തിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആരോഗ്യപരമായ സുഖാസ്വാദനത്തിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്, വൈകാരിക പക്വത. മാനസിക പക്വതയുള്ളവർക്ക് ഹെൽത്തി സെക്സിലേക്ക്, ആരോഗ്യപരമായിട്ടുള്ള ലൈംഗിക സുഖാസ്വാദനത്തിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സ് വളരണം, വൈകാരിക പക്വത നമ്മൾ പ്രാപിക്കണം. അതിലൂടെ ആരോഗ്യപരമായ ലൈംഗിക സുഖാസ്വാദനത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. രണ്ടാമത്തെ കാര്യം ഇതാണ്, അടുപ്പത്തോടൊപ്പം അടക്കം പാലിക്കാൻ നമ്മൾ പരിശീലിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദമ്പതികൾക്ക് പരസ്പരം അടുപ്പമുണ്ടാകണം, ഒപ്പം അടക്കം പാലിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹിതർക്കും ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ജഡിക സുഖങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നതല്ല, അത് ആസ്വദിക്കുമ്പോഴും അവിടെ അടക്കം പാലിക്കാൻ, മോഡസ്റ്റി പാലിക്കാൻ അവർക്ക് സാധിക്കണം എന്നുള്ളത്.
മൂന്നാമത്തെ കാര്യം, അനുവദനീയമല്ലാത്ത ഒരു ലൈംഗിക സുഖാസ്വാദനത്തിലേക്കും പോകരുത്. നമ്മൾ കാണുന്നുണ്ട്, സഭയാണേലും വചന വെളിച്ചത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പെർമിറ്റഡ് സെക്സ് ആൻഡ് പ്രോഹിബിറ്റഡ് സെക്സ്. എന്താണ് അനുവദനീയമായിട്ടുള്ള ലൈംഗിക സുഖാസ്വാദനം? എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? പെർമിറ്റഡ് ഇൻട്രാമാരിറ്റൽ ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും വിവാഹമെന്ന കൂദാശയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ലൈംഗിക സുഖാസ്വാദനത്തിലേക്ക് പോകുന്നത്. ഇനി അനുവദനീയമല്ലാത്ത പ്രൊഹിബിറ്റഡ് സെക്സ് എന്ന് പറയും. അനുവദനീയമല്ലാത്ത സുഖാസ്വാദനം അത് ഒന്നുകിൽ പ്രീ മാരിറ്റൽ സെക്സ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ സെക്സ്. വിവാഹത്തിന് മുമ്പുള്ളതോ വിവാഹത്തിന് വെളിയിലുള്ളതോ ആയ ലൈംഗിക സുഖ ആസ്വാദനം. പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരുപാട് തിന്മകൾ ഒഴിവാക്കി ജീവിക്കാൻ പറ്റും, ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതിനു വേണ്ട ഒരു ദൈവിക ജ്ഞാനം ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനെ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇറക്കി വയ്ക്കുന്ന സമയം, ദൈവത്തിന് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കി, ലൈംഗികത അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അതിവിശിഷ്ടമായൊരു ദാനമാണ്. അത് പരിശുദ്ധമായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ ആ ലൈംഗികത ദൈവത്തിൻ്റെ അനുഗ്രഹമായി ഏറ്റെടുത്ത് ജീവിതത്തിൽ മുന്നേറുന്ന വ്യക്തികളുണ്ട്. നമ്മളിന്ന് കാണുകയുണ്ടായി, ഈ ലൈംഗികതയെ നമ്മൾ വീക്ഷിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ട്, സ്നേഹത്തോടെ. അങ്ങനെയുള്ളവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ, അവരുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ അവർക്കൊരു അനുഗ്രഹമായി മാറാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഏതാനും നിമിഷങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ലൈംഗികതയോർത്ത്, അതോടൊപ്പം വിവാഹ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹത്തിൽ വളരെ നല്ല രീതിയിൽ വിവാഹ ജീവിതം, ദാമ്പത്യധർമ്മം പുലർത്തി വിവാഹ ജീവിതം നയിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏതാനും നിമിഷം നമുക്കിപ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കുടുംബജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിനായി വിളിക്കപ്പെട്ട എല്ലാ മക്കളോടും ചേർന്ന് കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൈകൾ കൂപ്പി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏതാനും വിഷയങ്ങൾ വളരെ പ്രത്യേകമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിവാഹ ജീവിതത്തെ നല്ല രീതിയിൽ കാണാൻ പറ്റാതെ പോകുന്ന വ്യക്തികൾ, വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാതെ ഇന്ന് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ചെറുപ്പക്കാരും അതിനേക്കാൾ പ്രായം ചെന്നവരുമൊക്കെ. നമുക്കവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവാഹ ജീവിതത്തെ, ലൈംഗികതയെ പരിശുദ്ധമായി കണ്ട്, ഇത് ദൈവത്തിൻ്റെ ദാനമായി കണ്ട്, ദൈവം വിളിക്കുന്ന ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന നിരവധി വ്യക്തികൾ ഈ മേഖലയിൽ സൗഖ്യം പ്രാപിക്കേണ്ട വ്യക്തികളുണ്ട്. ആ വ്യക്തികളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിൽ ഇത് പരിശുദ്ധമായി കാണാതെ അത് ഒരു ലൈംഗിക വൈകൃതത്തിലേക്കോ മറ്റു പാപജീവിതത്തിലേക്കോ നയിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ആ അവസ്ഥകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മൾ വചന ശുശ്രൂഷയിൽ കാണുകയുണ്ടായി. ഈ ലൈംഗികത ദമ്പതികളുടെ ഇടയിൽ കൊണ്ടുവരേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അവർക്ക് അടുപ്പമുണ്ടാകണം, ഇൻറ്റിമസി, പരസ്പരം സ്നേഹിച്ച് ഒരു സൗഹൃദം പുലർത്തുന്നതിന് അത് സഹായിക്കണം. ഒപ്പം അടക്കം പാലിക്കാൻ അവർക്ക് സാധിക്കണം. അപ്പോഴാണ് ഇതിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കുക. ഈ രണ്ട് മേഖലകളും ദൈവകരങ്ങളിൽ ഇപ്പോൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളെ, ആ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ മേഖലയിൽ ഒരുപക്ഷെ സൗഖ്യം വേണ്ടവരായിരിക്കാം, വിശുദ്ധീകരണം വേണ്ടവരായിരിക്കാം, കർത്താവിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും വേണ്ടി, വിവാഹ ജീവിതത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ കരമുയർത്തണമേ. ഈ ദാസരുടെ മേൽ അവിടുത്തെ കരമുയർത്തണമേ. ഇവരാരെയെല്ലാം അവിടുത്തെ പക്കലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ, അവരുടെ മേലെല്ലാം അവിടുത്തെ കരമുയർത്തണമേ. വിവാഹ ജീവിതം നയിക്കുന്നവർ, വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവർ, കർത്താവെ, ലൈംഗികതയെ നേരാമണ്ണം കാണാൻ പറ്റാതെ പോകുന്നവർ, നല്ല രീതിയിൽ കണ്ട് വളരെ സന്തോഷപ്രദമായി ജീവിക്കുന്നവർ, എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഇവർക്കെല്ലാം വേണ്ടത് അങ്ങ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ, എല്ലാ വിവാഹ ജീവിതക്കാരെ, വിവാഹ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നവരെ സമർപ്പിച്ച് അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ,